ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് 19th ഫ്ലോർ എന്ന സീരീസിന്റെ 22ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോയിനെയും ഹീറോയിന്റെ അച്ഛനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഹീറോയിന്റെ അച്ഛനാണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഈ ഗെയിമിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ ഗെയിം ഒരു ചരിത്രം സൃഷ്ടിക്കുമെന്നും ആ ചരിത്രത്തിൽ നീയും കാണണമെന്ന് പറയുന്നുണ്ട്. ഹീറോയിന്റെ അച്ഛനൊരു ആഗ്രഹമുണ്ട് കേട്ടോ. അതായത് ഹീറോയിൻ ആയിരിക്കണം ഈ ഗെയിമിൽ ആദ്യത്തെ വിജയിക്കുന്ന ഒരാൾ. എന്തായാലും ഇതെല്ലാം ഹീറോയിന്റെ അടുത്ത് പറയുന്ന നേരത്ത് ഹീറോയിൻ ആണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഹീറോയിന്റെ അച്ഛനാണെങ്കിൽ ഹീറോയിനെയും ഹീറോയിന്റെ അമ്മയൊന്നും കുട്ടിക്കാലത്ത് നോക്കിയിട്ടില്ല. ഹീറോയിന്റെ അമ്മ മരിക്കാൻ തന്നെ ഒരു കാരണം വഹിച്ചത് ഹീറോയിന്റെ അച്ഛനാണ്. അപ്പൊ ആ ദേഷ്യം എല്ലാം ഹീറോയിന്റെ മനസ്സിലുണ്ട് കേട്ടോ. എന്തായാലും ഹീറോയിൻ ഇവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ്. ഇതേ നേരം ഹീറോയിന്റെ അച്ഛനാണെങ്കിൽ ഒരു വല്ലാത്ത രീതിയിൽ ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഹീറോയിനോട് പറയാണ്, നിന്റെ കൂട്ടുകാരൊക്കെ ഇപ്പൊ ഓൾറെഡി ഗെയിമിലോട്ട് കടന്നു കാണും, ഇനി നീ മാത്രമേ ഗെയിമിലോട്ട് പോകാനുള്ളത്. ഇതും പറഞ്ഞ് ഇവിടെ സീൻ കട്ടാവുകയാണ്. അടുത്ത സീനില് ഹീറോയിൻ ഗെയിമിൽ കണ്ണ് തുറക്കുകയാണ്. അപ്പൊ ഹീറോയിൻ ഗെയിമിൽ കണ്ണ് തുറന്ന ഉടനെ തന്നെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് കേട്ടോ. അതായത് ഹീറോയിൻ അറിയാം ഹീറോയിന്റെ അച്ഛൻ ഈ ഗെയിം കാണുന്നുണ്ടെന്ന്. അപ്പൊ ഹീറോയിന്റെ അച്ഛൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതേ നേരം തന്നെ ഹീറോയിൻ കൂട്ടരും എല്ലാവരും അങ്കിളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും അങ്ങോട്ട് ഓടി വരുമെന്ന്. എന്നിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. മെയിൻ ആയിട്ട് ഹീറോയാണ് ചോദിക്കുന്നത് കേട്ടോ എന്തോ പ്രശ്നമെന്ന്. ഇതേ നേരം ഹീറോയിൻ ദേഷ്യപ്പെടുകയാണ്. നീ നിന്റെ ഓൺലൈൻ ഫ്രണ്ടുമായിട്ട് എന്താ ബന്ധം, നീ നമ്മളിൽ നിന്ന് എന്താ മറക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഹീറോയിന്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. എന്തായാലും ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പിണങ്ങി പോവാണ് കേട്ടോ. അപ്പൊ ഇത് കണ്ട അങ്കിളാണെങ്കിൽ ഹീറോനെ സമാധാനപ്പെടുത്തിട്ട് ഹീറോയിന്റെ പുറകെ പോവാണ് അവളെ സമാധാനപ്പെടുത്താനായിട്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഹീറോയ്ക്ക് ഓൺലൈൻ ഫ്രണ്ടിന്റെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഓൺലൈൻ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു രഹസ്യം നീ പുറത്തു പറയുകയാണെങ്കിൽ ഓൺലൈൻ ഫ്രണ്ടിന്റെ ജീവന് അത് ആപത്താണ്. അപ്പൊ ഹീറോയ്ക്ക് അത് പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്തായാലും അങ്കിള് ചെന്ന് ഹീറോയിനെ സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ. ഇതേ നേരം ഹീറോയിൻ ചോദിക്കുകയാണ്, അങ്കിളെ ഞാനൊരു കാര്യം പറയട്ടോ. അതായത് ഏതെങ്കിലും ഒരു അച്ഛൻ തന്റെ മോക്ക് ചീത്ത കാര്യം വരട്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തു വെക്കുമോ? ഇതിന് ഉത്തരമായിട്ട് അങ്കിള് പറയുകയാണ്, ഇല്ല മോളെ, ഒരച്ഛന്മാരും അങ്ങനെയൊന്നും ചെയ്യത്തില്ല, എല്ലാവർക്കും അവരവരുടെ മക്കള് വലുതല്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്കിള് ഹീറോയിനെ സമാധാനപ്പെടുത്തുകയാണ്. ഇതേ നേരം ഹീറോയിൻ കൂട്ടരെയും കാണിക്കുകയാണ് കേട്ടോ. ഈ ഫാൻ ബോയ് ആണെങ്കിൽ ഹീറോയ്ക്ക് ഒരു ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ലവിനെ പറ്റിയിട്ട്. പക്ഷേ പുള്ളിക്കാരന് ഇതുവരെ ലൈൻ സെറ്റ് ആയില്ല കേട്ടോ. ഷോർട്ട് ഹെയർ സമ്മതിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ അവരവിടെ നിൽക്കുന്ന നേരത്ത് ഒരു കരച്ചിൽ കേൾക്കുകയാണ് ഹീറോയിന്റെ. അങ്ങനെ എല്ലാരും കൂടെ ആ കരച്ചിൽ കേട്ട ഭാഗത്തോട്ട് ഓടി പോവാണ് കേട്ടോ. അങ്ങനെ നേരെ ചെല്ലുന്നത് ഒരു റൂമിലാണ്. പക്ഷെ അവര് ചതിക്കപ്പെടുകയാണ് ചെയ്തത്. കാരണം ഹീറോയിൻ അല്ല കരഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ഗെയിമിൽ ഒരു ക്യാരക്ടറിനെ കണ്ടില്ലേ, ആ ക്യാരക്ടറാണ് ശബ്ദം ഉണ്ടാക്കിയത്. പെട്ടെന്ന് തന്നെ അവര് നിന്ന് ആ റൂമിലെ ഡോർ അങ്ങ് അടയുകയാണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. ഇവർക്ക് ആർക്കും അറിയില്ല എന്താ ചെയ്യേണ്ടത്, എങ്ങനെ രക്ഷപ്പെടേണ്ടതെന്നും. ഇതിനുശേഷം അങ്കിളിനെയും ഹീറോയിനെയും കാണിക്കുകയാണ്. അവര് ഹീറോയൊക്കെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അവരവിടെ കാണാനില്ല. അതുകൊണ്ട് തന്നെ അവരെ തപ്പിയിട്ട് വേറൊരു സ്ഥലത്ത് പോവാണ് കേട്ടോ. അങ്ങനെ നേരെ ചെല്ലുന്നത് ഒരു റൂമിലാണ്. അതായത് ഹീറോയും കൂട്ടരും നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് റൂമിലാണ് കേട്ടോ. അപ്പൊ ഈ അങ്കിളും ഹീറോയിനും ആ റൂമിൽ കയറിയ ഉടനെ തന്നെ ഹീറോന്റെ ഒക്കെ റൂമിൽ കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങാണ്. അതായത് ലൈറ്റ് വന്ന് പിന്നെ AC വർക്ക് ആവുകയാണ്. ആ റൂമിൽ മാത്രമേ AC ഉള്ളൂ. അതായത് തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഹീറോയിനും അങ്കിളിനും മാത്രമേ ഇവരെ കാണാൻ പറ്റത്തുള്ളൂ. ഹീറോയ്ക്കും കൂട്ടർക്കും ഇവരെ കാണാൻ പറ്റത്തില്ല. അതായത് അതൊരു വൺ വേ മിറർ ആണ്. ഹീറോയിനും അങ്കിളിനും അവര് പറയുന്നത് കേൾക്കാൻ പറ്റും, എന്നാൽ ഹീറോയ്ക്കും കൂട്ടർക്കും ഹീറോയിനും അങ്കിളും പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ല. അവരാ ഗ്ലാസ്സിലൊക്കെ ഇട്ട് കൊട്ടി നോക്കുന്നുണ്ട് കേൾക്കാൻ പറ്റുമെന്ന്, എന്നാൽ കേൾക്കുന്നില്ല കേട്ടോ. എന്തായാലും ഹീറോയിനും അങ്കിളും നിന്ന് ആ റൂമിലെ ഡോറും അടയുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ലോക്ക്ഡ് ആണ്. അവർക്ക് രണ്ടുപേർക്കും രക്ഷപ്പെട്ടു പോകാൻ പറ്റത്തില്ല. അപ്പൊ ഹീറോയിനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അവരുടെ റൂമിൽ ഒരു തെർമോമീറ്റർ ഉണ്ട് കേട്ടോ. അതായത് ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഒരു ഡിവൈസ്. അതിനകത്താണെങ്കിൽ ഓരോ മിനിറ്റ് കൂടുമ്പോഴും അല്ലെങ്കിൽ സെക്കൻഡ് കൂടുമ്പോഴും ഇങ്ങനെ തണുപ്പ് കൂടി കൂടി വരികയാണ്. അതായത് തണുപ്പ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. മീൻസ് ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഏകദേശം 0 കഴിഞ്ഞ്, അതായത് ഫ്രീസറിന്റെ തണുപ്പൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ഹീറോയിനെയും അങ്കിളിനെയും കാണിക്കുകയാണ്. അവരുടെ മുമ്പിൽ ആ ക്യാരക്ടർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ നേരം ഹീറോയിൻ പറയാണ്, നിങ്ങളുടെ സ്വന്തം രൂപത്തിലോട്ട് വരാൻ. അങ്ങനെ ആ ക്യാരക്ടർ സ്വന്തം രൂപത്തിലോട്ട് വരികയാണ്. അത് വേറെ ആരുമല്ല, ഹീറോയിന്റെ അച്ഛനാണ് കേട്ടോ. അച്ഛൻ വന്നിട്ട് ഹീറോയിന്റെ അടുത്ത് പറയാണ്, ഇന്ന് നിനക്ക് വേണ്ടി മാത്രമുള്ള ഗെയിമാണ്. അതായത് വേറെ ആരും ഗെയിം കളിക്കേണ്ട ആവശ്യമില്ല, ഹീറോയിൻ മാത്രം ഗെയിം കളിച്ചാൽ മതിയെന്ന്. എന്നിട്ട് ഹീറോയിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് കഴിഞ്ഞ ഗെയിമിൽ നീ ഏറ്റവും വെറുക്കപ്പെടുന്ന വ്യക്തി ആരാന്ന് പറഞ്ഞില്ല? പക്ഷെ ഹീറോയിന് അതിന് ഉത്തരം പറയാൻ താല്പര്യമില്ല കേട്ടോ. എന്തായാലും ഹീറോയിന്റെ അച്ഛൻ പറയാണ്, നീ ഇതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവരെന്തായാലും അവിടെ കിടന്ന് തണുത്ത് ചത്തുപോകും. നീ ഉത്തരം പറയുന്നോ അവരെ കൊല്ലണോ? അപ്പൊ ഹീറോയിന്റെ അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. എന്റെ അമ്മ മരിക്കാൻ കാരണം നിങ്ങൾ മാത്രമാണ്. അന്ന് ബർത്ത്ഡേക്ക് നിങ്ങൾ വന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. അതായത് പണ്ട് ഹീറോയിന്റെ ബർത്ത്ഡേക്ക് ഹീറോയിനും ഹീറോയിന്റെ അമ്മയും കാത്തിരിക്കുകയാണ് ഹീറോയിന്റെ അച്ഛന് വേണ്ടിയിട്ട്. എന്നാൽ ഈ ഹീറോയിന്റെ അച്ഛൻ വന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഹീറോയിന്റെ അമ്മ ഹീറോയിന്റെ അച്ഛനെ ഫോൺ വിളിച്ചിട്ട് ചീത്ത പറയാണ്, നിങ്ങൾക്ക് സ്വന്തം മോളുടെ ബർത്ത്ഡേക്ക് പോലും വരാതെ എന്ത്
തിരക്കാണ് നിങ്ങൾക്കുള്ളത് എന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുകയാണ്. ഇതിനുശേഷം ഹീറോയിനും ഹീറോയിന്റെ അമ്മയും കൂടെ കാർ എടുത്ത് എങ്ങോട്ടോ പോവുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഹീറോയിന്റെ അമ്മ കരയുന്നൊക്കെയുണ്ട്. ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഹീറോയിന്റെ അച്ഛനെ പറ്റിയിട്ട്. അതായത് ഈ ലോകത്തിൽ ഏറ്റവും നല്ല അച്ഛൻ നിന്റെ അച്ഛനാന്ന് പറയുന്നുണ്ട്, പിന്നെ അച്ഛനാണ് നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ നേരം ഏതോ ഒരു ലോറി അല്ലെങ്കിൽ ഒരു ട്രക്ക് കൊണ്ടുവന്നിട്ട് ഹീറോയിന്റെ അമ്മയുടെ കാറിൽ കൊണ്ടുവച്ച് ഇടിക്കുകയാണ് കേട്ടോ. അവിടെ അങ്ങനെയാണ് ആക്സിഡന്റ് ആവുന്നത്. പക്ഷേ ആ ആക്സിഡന്റിൽ ഹീറോയിന്റെ അമ്മ മരിച്ചുപോയി, ഹീറോയിൻ ജീവനോടുണ്ട്. ഇതേ നേരം ഹീറോയൊക്കെ കാണിക്കുകയാണ് കേട്ടോ. അവനാണെങ്കിൽ നന്നായിട്ട് തണുത്ത് വിറച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഇതേ നേരം ഹീറോ തന്റെ ഉടുപ്പ് കോട്ടൂരി കൊടുക്കുകയാണ് ഫാൻ ബോയുടെ. എന്നിട്ട് ഈ ഫാൻ ബോയ് ആണെങ്കിൽ ആ ഉടുപ്പ് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ആ കോട്ട് കൊണ്ടുവന്നിട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഫാൻ ബോയുടെ ഷർട്ട് ഉണ്ടല്ലോ അത് ഊരിയിട്ട് ഷോർട്ട് ഹെയറിന് കൊടുക്കുകയാണ്. അതായത് ആൺപിള്ളാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പെൺപിള്ളാരുടെ ശരീരം വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തണുക്കും, മരണസാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ആൺപിള്ളാർക്ക് കുറച്ചുകൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുമല്ലോ, അവരുടെ ശരീരം അങ്ങനെയാണ് ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ വാക്കി പറയാൻ തുടങ്ങുകയാണ്, ഞാൻ ഈ ലോകത്ത് ഏറ്റവും വെറുക്കപ്പെടുന്ന വ്യക്തി വേറെ ആരുമല്ല, അത് എന്റെ അച്ഛനാണ്, അത് നിങ്ങളാണ്. ഇതൊക്കെ അവള് കരഞ്ഞോണ്ടാണ് കേട്ടോ പറയുന്നത്. അത്രയും വിഷമം അവളുടെ ഉള്ളിലുണ്ട്. അന്ന് അവളുടെ അമ്മ മരിക്കാൻ കാരണം പുള്ളിക്കാരനാണെന്നാണ് ഹീറോയിൻ വിചാരിച്ചിരിക്കുന്നത്. അത് ഏകദേശം ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഹീറോയിന്റെ അച്ഛന് ഒരു ഫാമിലി മാൻ ആയിട്ട് ജീവിക്കാനൊന്നും ഇഷ്ടമല്ല, അങ്ങനെ അതിൽ ഹാപ്പി അല്ല. അതുകൊണ്ടാണ് കുറെ പരീക്ഷണം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടത്. പിന്നെ സ്വന്തം മോളുടെ അനുവാദം ഇല്ലാതെ സ്വന്തം മോളെ ഏതോ ഒരു ഗെയിമിൽ കൊണ്ടിട്ടത്. ഏതെങ്കിലും ഒരു അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഇയാളെ ഏതോ ഒരു സൈക്കോയും കണ്ട. അപ്പൊ ഹീറോയിൻ ഇതിന് ഉത്തരം പറഞ്ഞല്ലോ. അടുത്ത ചോദ്യം അങ്കിളിന്റെ അടുത്താണ് ചോദിക്കുന്നത്. അങ്കിള് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന വ്യക്തി ആരാണെന്ന്. അതിന് അങ്കിള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉത്തരം പറയാണ്, അത് വേറെ ആരുമല്ല, അത് ഞാൻ തന്നെയാണെന്ന്. അതായത് അങ്കിള് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അങ്കിളിനെ തന്നെയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, അങ്കിൾ അങ്ങനെയാണ് ഉത്തരം പറയുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ ഓപ്പോസിറ്റ് ഉള്ള റൂമിലെ AC എല്ലാം ഓഫ് ആവാണ്. അതായത് തണുപ്പ് പോകുന്നത് ഓഫ് ആവുകയാണ്. അങ്ങനെ നോർമൽ ടെമ്പറേച്ചറിലോട്ട് അത് വരികയാണ് ആ റൂം. അതായത് ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും പ്രശ്നമില്ല, അവർ ചെറുതായിട്ട് മരവിച്ചെങ്കിലും പിന്നെ പതിയെ പതിയെ നോർമൽ ടെമ്പറേച്ചറിലോട്ട് വന്നിട്ട് അവർ രക്ഷപ്പെടുകയാണ്. ഇതിനുശേഷം ഹീറോയിനെ കാണിക്കുകയാണ്. രാവിലെ ആയിട്ടുണ്ട് കേട്ടോ, ഗെയിമൊക്കെ കഴിഞ്ഞ്. ഹീറോയിൻ ആണെങ്കിൽ ഹീറോയിന്റെ അച്ഛന്റെ റൂമിൽ നിന്ന് എണീറ്റ് വരികയാണ്. അപ്പൊ ആ ഡോറ് തുറക്കുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ ബോസും കുറെ സെക്യൂരിറ്റികളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ഹീറോയിൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവള് ദൂരോട്ട് നടന്നു പോവാണ്. അപ്പൊ അവള് നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പം ബാക്കേ ബോസും ഉണ്ട്. ബോസ് വന്നിട്ട് ഹീറോയിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഹീറോയിനോട് പറയാണ്, നിന്റെ അച്ഛൻ എല്ലാം പറഞ്ഞു കാണുമല്ലേ, നിനക്ക് നമ്മളോട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോന്ന്. അതായത് ഹീറോയിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ ഈ ബുദ്ധി ഒരിക്കലും നീ വേസ്റ്റ് ആക്കി കളയല്, നീ അത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, നീ ഈ ഇമോഷൻസിന്റെ പിറകെയൊക്കെ നടന്നാല് നീ എന്തായാലും നശിച്ചു പോവും, നിന്റെ ഈ ബുദ്ധി ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. ഒരു സൈക്കോ രീതിയിലാണ് പറയുന്നത്. മനുഷ്യർക്കാണ് ഇമോഷൻസ് ഉള്ളത്, എന്തായാലും ഒരു മനുഷ്യന് ഇമോഷൻസ് ഇല്ലാതെ വരത്തില്ലല്ലോ. പക്ഷെ ഹീറോയിന്റെ അച്ഛന് ഇമോഷൻസ് ഇല്ല കേട്ടോ. അതുകൊണ്ട് ഹീറോയിനും ഇമോഷൻസ് വേണ്ടെന്നാണ് ഈ അച്ഛൻ പറയുന്നത്. എന്തായാലും ഹീറോയിൻ ബോസിന്റെ അടുത്ത് പറയാണ്, എനിക്ക് നിങ്ങളോട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാന്ന്. അതായത് ഈ ബോസിനൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് ഹീറോയിൻ നല്ല ബുദ്ധിയുള്ള ആളല്ലേ, അപ്പം ഹീറോയിന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ ഗെയിമിനെ കുറച്ചുകൂടെ വികസിപ്പിക്കാന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഹീറോയിൻ അത് നിരസിക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം ഹീറോയിൻ ആ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന നേരത്ത് ഹീറോയിന്റെ ഫോണിലോട്ട് മെസ്സേജ് അയക്കുകയാണ്. ആരെന്ന് മനസ്സിലായോ? ഹീറോയാണ് മെസ്സേജ് അയക്കുന്നത്. ഹീറോ നീ എവിടാന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചേക്കാണ്. ഇതേ നേരെ ഷോർട്ട് ഹെയറിനെ കാണിക്കുകയാണ് കേട്ടോ. ഷോർട്ട് ഹെയർ ഗെയിമിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. അവളാണെങ്കിൽ അവിടെ തണുത്ത് വിറച്ച് നിൽക്കുകയാണ്. അപ്പൊ ഫാൻ ബോയ് ആണെങ്കിൽ ഷോർട്ട് ഹെയറിനെ പ്രപ്പോസ് ചെയ്യാൻ വന്നിട്ട് പ്രപ്പോസ് ചെയ്യത്തില്ല കേട്ടോ. അവ മറന്നുപോയെന്ന് പറയും, എന്താ പറയാൻ വന്നതെന്ന്. ഇതും കണ്ടാണ് അവള് ഞെട്ടി എണീക്കുന്നത് സ്വപ്നത്തിൽ നിന്ന്. സത്യം പറഞ്ഞാൽ അവള് ഗെയിമിലല്ലായിരുന്നു കേട്ടോ. അപ്പൊ അവള് മനസ്സിൽ ചിന്തിക്കുകയാണ്, നീ ഈ സ്വപ്നത്തിൽ ഒരു മണ്ടനായിട്ടാണല്ലോ വന്നതെന്ന്. എന്തായാലും ഷോർട്ട് ഹെയർ എണീറ്റിട്ട് താഴെ വരികയാണ് കേട്ടോ. എന്നിട്ട് ജനലിന്റെ അവിടെ പോയി നോക്കുന്ന നേരത്ത് ഒരു ചെടിച്ചട്ടി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതായത് ഷോർട്ട് ഹെയർ ചൂടുവെള്ളം കോരി ഒഴിച്ചൊരു ചെടിച്ചട്ടി ഇല്ലേ, അതിനകത്ത് ഒരു ചെടി കിളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഷോർട്ട് ഹെയറിന് അത്ഭുതം, ചൂടുവെള്ളം കോരി ഒഴിച്ചിട്ടും ഈ ചെടി എങ്ങനെ കിളിച്ചെന്ന്. അപ്പൊ പിറകിൽ നിന്ന് നാണിച്ചൊരാൾ വരുന്നുണ്ട് കേട്ടോ. അത് വേറെ ആരുമല്ല, അത് ഇൻഫ്ലുവൻസർ പെൺകുട്ടിയാണ്. ഇൻഫ്ലുവൻസർ പെൺകുട്ടി ഷോർട്ട് ഹെയറിന്റെ അടുത്ത് വരികയാണ് കേട്ടോ. ഷോർട്ട് ഹെയറിന് കാര്യം മനസ്സിലായി, അതെങ്ങനെ അവിടെ വന്നേന്ന്. അതായത് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് കേട്ടോ. ഫാൻ ബോയ് ഒരു സ്ഥലത്ത് വിഷമിച്ചിരിക്കുകയാണ് ഷോർട്ട് ഹെയർ റിജക്ട് ചെയ്തുകൊണ്ട്. അപ്പൊ ഇൻഫ്ലുവൻസർ പെൺകുട്ടിയാണെങ്കിൽ ഫാൻ ബോയ് ചെന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ഓരോ ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഷോർട്ട് ഹെയറിനെ പറ്റിയിട്ട്. എന്നിട്ട് അവനോട് പറയാണ്, ഷോർട്ട് ഹെയർ ഒരു ചെടി നട്ടു വെച്ചിട്ടുണ്ട്, അത് കിളിക്കുവാണെങ്കിൽ നിന്നോട് എസ് പറയുമെന്ന് അവള് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കിളിക്കാതിരിക്കാനായിട്ട് അവൾ അതിനകത്ത് ചൂടുവെള്ളം ഒഴിച്ചില്ലേ. അങ്ങനെ ഈ ഇൻഫ്ലുവൻസർ പെൺകുട്ടിയും ഫാൻ ബോയും കൂടെ കുറെ കട കയറി ഇറങ്ങിയിട്ട് അതേപോലൊരു ചെടിച്ചട്ടിയും അതേപോലൊരു ചെടിയും വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുകയാണ്. എന്നിട്ട് മറ്റേ ചെടിച്ചട്ടി മാറ്റിയിട്ട് അവിടെ ഈ ചെടിച്ചട്ടി കൊണ്ടുവച്ചേക്കാണ്. അതായത് ഈ മുളച്ച ചെടിച്ചട്ടി. എന്നാൽ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അതായത് അവര് വാങ്ങിച്ച ചെടി മാറിപ്പോയി. അവള് നട്ട ചെടി വേറെ ആയിരുന്നു, ഇവര് വാങ്ങിച്ചുകൊണ്ട് വന്ന ചെടി വേറെയാണ്. എന്തായാലും ഇൻഫ്ലുവൻസർ പെൺകുട്ടി പറയുന്നത് ഫാൻ ബോയ് നിർബന്ധിച്ചിട്ടാ ഇതൊക്കെ ചെയ്തതെന്നാണ്. എന്നാൽ ഇത് നേരെ തിരിച്ചാണ് കേട്ടോ. ഇൻഫ്ലുവൻസർ പെൺകുട്ടിയാണ് കുറെ അധികം
എഫോർട്ട് എടുത്തത് ഇതിന് വേണ്ടിയിട്ട്. ഫാൻ ബോയിനെ കാട്ടിയിട്ടും ആഗ്രഹം ഇൻഫ്ലുവൻസർ പെൺകുട്ടിക്കായിരുന്നു ഇവരെ തമ്മിൽ സെറ്റ് ആകാനായിട്ട്. അങ്ങനെ അവള് കുറെ എഫോർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഷോർട്ട് ഹെയറിന്റെ അടുത്ത് നേരെ തിരിച്ചാണ് പറയുന്നത്. അവളൊന്നും ചെയ്തിട്ടില്ല, അവളൊന്നും അറിഞ്ഞിട്ടില്ല, ഫാൻ ബോയ് ആണ് ഇതെല്ലാം ചെയ്തതെന്നാണ് പറയുന്നത്. അവള് നല്ല പാവ ഒരു കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു കേട്ടോ. ആ സ്വഭാവം കണ്ടിട്ട് പറഞ്ഞ. എന്തായാലും ഇതിനു ശേഷം ഫാൻ ബോയ് ആണെങ്കിൽ ക്യാൻറ്റീനിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇതേ നേരം അവന്റെ ഫോണിലോട്ട് ഇൻഫ്ലുവൻസർ പെൺകുട്ടി മെസ്സേജ് അയച്ച് പറയാണ്, എടാ മണ്ട, നീ വാങ്ങിച്ചോണ്ട് വന്ന ചെടി മാറിപ്പോടാ, അത് വേറെ ഏതോ ചെടിയായിരുന്നെന്ന്. ഇതേ നേരം അങ്ങോട്ട് ഷോർട്ട് ഹെയർ വരുവാണ് കേട്ടോ. കയ്യിലെന്തോ ബാഗൊക്കെ ഉണ്ട്. അപ്പൊ അവള് വരുന്നത് കണ്ടിട്ട് എവനാണെങ്കിൽ പേടിച്ച് ഓടാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ പ്ലേറ്റ് ഒക്കെ എടുത്തോണ്ട് പോകാൻ നോക്കുന്നുണ്ട്. എന്നാല് അവള് വിടുന്നില്ല കേട്ടോ. അവള് നേരെ അവന്റെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് അവനോട് സംസാരിക്കുകയാണ്. ഇതേ നേരം അവൻ പേടിച്ചാണ് നിൽക്കുന്നത്. എന്നാല് അവള് പറയാണ്, ഏത് ചെടിയായാലും സാരമില്ല, നീ ഇത്ര എഫോർട്ട് എടുത്തില്ലേ, അതുകൊണ്ട് നീ ചെടി നട്ടത് ചെടിച്ചട്ടിയിലല്ല എന്റെ ഹൃദയത്തിലാണെന്ന്. ഞാൻ വിചാരിച്ചു മലയാളികൾ മാത്രമായിരിക്കും ഇങ്ങനെ ക്രിഞ്ചായിട്ട് പിക്കപ്പ് ലൈനൊക്കെ പറയുന്നത്. ഇതിപ്പോ കൊറിയക്കാരും പറയാൻ തുടങ്ങിയല്ലേ. സോറി, കൊറിയക്കാരല്ല, ചൈനീസുകാർ. അതായത് ഷോർട്ട് ഹെയർ ഫാൻ ബോയിനെ പ്രൊപ്പോസ് ചെയ്യാണ് ചെയ്തത്. ഇതേ നേരം ഷോർട്ട് ഹെയറിനെ അവിടുത്തെ കസേരയിൽ പിടിച്ചിരുത്തുകയാണ് കേട്ടോ. ഇതേ നേരം ഷോർട്ട് ഹെയർ ചോദിക്കുകയാണ്, അങ്കിൾ എവിടെ പോയെന്ന്. അതായത് അങ്കിളിനെ ക്യാൻറ്റീനിൽ കാണാനില്ല. അപ്പൊ ഫാൻ ബോയ് പറയാണ്, ഞാൻ ചോദിച്ച നേരത്ത് അവിടുത്തെ വേറൊരു സ്റ്റാഫ് പറഞ്ഞത് അതായത് അങ്കിൾ ഇന്ന് ലീവാണെന്നാണ്. എന്തായാലും ഇതിനുശേഷം സീനിയർ പെൺകുട്ടിയുടെ അച്ഛനെ കാണിക്കുകയാണ് കേട്ടോ. ഈ അച്ഛനാണെങ്കിൽ ഏതോ ഒരു പാലത്തിൽ നിൽക്കുകയാണ്. കയ്യിലൊരു സ്യൂട്ട് കേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതേ നേരം അങ്ങോട്ട് തൊപ്പിയൊക്കെ വെച്ച് ഒരാൾ നടന്നു വരികയാണ്. അപ്പൊ നമ്മളെ സൂം ചെയ്ത് കാണിക്കുമ്പം അത് വേറെ ആരുമല്ല, അത് അങ്കിളാണ് കേട്ടോ. അങ്കിള് വന്നിട്ട് സീനിയർ പെൺകുട്ടിയുടെ അച്ഛൻ്റെ അടുത്ത് പറയാണ്, നമുക്ക് സീനിയർ പെൺകുട്ടിയുടെ കോമാവസ്ഥയെ പറ്റി ശരിയാക്കണ്ടേന്ന്. അതായത് അങ്കിളിന് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു ഈ ഗെയിമുമായിട്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ.